നമസ്കാരമുണ്ട്. ഓക്കെ, നമ്മുടെ ഒപ്പം ഇന്ന് വടക്കാഞ്ചേരിയുടെ സ്ഥാനാർത്ഥി ഉല്ലാസേട്ടനാണ്. ഉല്ലാസ് ബാബു ആണ് നമ്മൾ സംസാരിക്കുന്നത്. BJP NDAയുടെ സ്ഥാനാർത്ഥിയാണ്. ഉല്ലാസേട്ടാ, എന്തൊക്കെയാണ് മാറുന്ന വടക്കാഞ്ചേരി എന്ന് പറയുന്നത്? അല്ല, മാറുന്ന വടക്കാഞ്ചേരി അല്ല, വടക്കാഞ്ചേരി ഇതുവരെ മാറിയിട്ടില്ല. വടക്കാഞ്ചേരി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ പ്രയത്നിക്കുന്നത് BJP NDA നേതൃത്വത്തിൽ. ഓക്കെ, പിന്നെ ഇവർ പറയുന്നത് 1000 കോടി ചെലവാക്കിയെന്നാ. നിങ്ങളിപ്പോൾ കുറേ എല്ലാവരും ഇന്റർവ്യൂ എടുത്തില്ലേ? അത്യാവശ്യം എല്ലാവരെയും ഇന്റർവ്യൂ എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞ കാര്യങ്ങളും ഈ എല്ലാ പഞ്ചായത്തുകളിലും ഈ മുനിസിപ്പാലിറ്റിയിലും പോയപ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടുവെങ്കിൽ പിന്നെ എനിക്ക് വർത്താനില്ല. ആ ബോധ്യപ്പെട്ടു ഇല്ല എന്നുള്ളത് താങ്കൾ ഈ ചാനലിൽ ഹൈമാസ് ലൈറ്റുകളൊക്കെ പ്രത്യക്ഷത്തിൽ കാണാനുണ്ട്. പക്ഷെ അത് അവസാന ഘട്ടത്തിലാണ് വന്നിട്ടുള്ളതും എന്നുള്ള വസ്തുതയും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. 10 വർഷം ഉണ്ടായിരുന്നു. ഈ അവസാനത്തെ 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം കൊണ്ട് അവർ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവരതിന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തു. അത്രയ്ക്കധികം ബുദ്ധിമുട്ടുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ പല കടമ്പകൾ കേന്ദ്ര ഗവൺമെന്റിനടക്കം പല കടമ്പകൾ താണ്ടിയിട്ടാണ് ഇവിടം വരെ എത്തി. അവരത് ഫിനിഷ് ചെയ്തു. ഇനി പലതും പ്രോസസ്സിലുണ്ട്. അപ്പൊ അത് ചെയ്യാനായിട്ട് അവർക്ക് 5 വർഷം കൂടി എന്നാണ് പറയുന്നത്. എന്താണ് ഉല്ലാസേട്ടൻ പറയുന്നത്? ഞാൻ വളരെ കൃത്യമായിട്ട് പറയട്ടെ. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ ടൈം എടുക്കൂല്ലേ? അങ്ങനെ ഒരു മറുചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ സുരേഷ് ഗോപി 6 മാസം കൊണ്ട് മലർത്തി വെച്ചില്ല എന്നും പറഞ്ഞിട്ട് പ്രസംഗിക്കുന്ന ഇതേ ആൾ തന്നെയല്ലേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞത്? ഒരു ചോദ്യം. സുരേഷ് ഗോപിക്ക് 6 മാസം കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാമെന്നും ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇവർക്കൊക്കെ 10 കൊല്ലം എടുത്താലും ഇൻഫ്രാസ്ട്രക്ചർ ആവില്ല എന്നുള്ളതും കൂടിയാണ് ജനം മനസ്സിലാക്കിക്കോട്ടെ. ആ ഇരട്ടത്താപ്പ്. രണ്ടാമത്തത്, ഇനി മറ്റൊരു കാര്യം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ സമയമെടുക്കുക. ഏത് ഇൻഫ്രാസ്ട്രക്ചറാണ്? നശിച്ച റോഡുകൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുഴി വീഴുക, കുണ്ട് വീഴുക, അതായത് ടാറിങ് മോശമാവുക. അത് കൃത്യമായിട്ട് റീടാർ ചെയ്യാൻ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ ടൈം എടുക്കില്ല. അത് ഓൾറെഡി ഉള്ള സാധനമാണ്. അതിന്റെ നാശമാകുന്നത്, കേടുപാടുകൾ വരുന്നത് കൃത്യമാക്കുക എന്നുള്ളതാണ്. അതിനെന്തിനാ 4.25 കൊല്ലം എടുത്തേ? ഈ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഇപ്പൊ നിയമസഭ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴും മാത്രമാണ് സനിയോ ഇവരെന്തുണ്ടായത്? ഇവർ റോഡ് റോളർ കൊണ്ടുവന്നതും ടാർ വീപ്പ് കൊണ്ടുവന്നതും. 4.25 കൊല്ലം നമ്മുടെ തണ്ടലൊടിഞ്ഞു, മുതുകൊടിഞ്ഞു, നടുവൊടിഞ്ഞു, വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു, ടയർ ഒടിഞ്ഞു. നമ്മൾ നിരവധി ദിവസങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ സമയം വൈകി, നിരവധി ദിവസങ്ങൾ ആളുകൾക്ക് ലീവാക്കേണ്ടി വന്നു. രോഗികൾ പോകുന്ന സമയത്ത് ആംബുലൻസിന് എത്താൻ സാധിച്ചില്ല. ഇതൊക്കെ ഉണ്ടായതിന്റെ ഉത്തരവാദിത്തം എത്ര? ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഈ 10 വർഷം ഭരിച്ച, അല്ലെങ്കിൽ 10 വർഷം, ഇത് 5 പ്ലസ് തൊട്ട് 5 കൊടുക്കാം നമുക്ക്. കോൺഗ്രസും ഉണ്ട്, അതിനകത്ത് CPM ഉണ്ട്. ഇവർ ഏറ്റെടുക്കുമോ ഈ ഉത്തരവാദിത്തം? ജനങ്ങൾ അനുഭവിച്ച ഈ വേദനയുടെ, ഈ പ്രയാസങ്ങളുടെ, ഈ ദുഃഖത്തിൻ്റെ, ഈ ദുരിതത്തിൻ്റെ, ഈ സങ്കടത്തിൻ്റെ ഉത്തരവാദിത്തം ഇവരാരെങ്കിലും ഏറ്റെടുക്കുമോ? എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 1500 കോടി ചിലവാക്കി എന്ന് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത് വടക്കാഞ്ചേരിയിൽ 1500 കോടി, 1-2 ഉറുപ്പ്യല്ലാട്ടാ, 1500 കോടി റുപ്യ അല്ലെങ്കിൽ 1200 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ അതിവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ. അതിനകത്ത് വേറെ തർക്കങ്ങളൊന്നും ജനങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. 1500 കോടി അല്ലെങ്കിൽ പറയുന്ന വികസനം നിങ്ങൾക്ക് തന്നെ വിലയിരുത്തി വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉല്ലാസേട്ടൻ പറയുന്നത്, ഉല്ലാസ് ബാബു പറയുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യങ്ങൾ, ഹൈമാസ്റ്റ് ലൈറ്റ് വന്നു. MLA എന്ന് പറയപ്പെടുന്ന ഒരു ജനപ്രതിനിധിയായിട്ട് ഇരിക്കുമ്പോൾ ഹൈമാസ്റ്റ് ലൈറ്റ് വെക്കൽ മാത്രമല്ല പണി, എല്ലായിടത്തും ലൈറ്റ് വെക്കുക. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും വെളിച്ചം കൊടുക്കുക, പൊതുവായിട്ട് വെളിച്ചം ഉണ്ടാവുക, പൊതുവായിട്ട് റോഡ് ഗതാഗതം കൃത്യമാക്കുക, തോടും വെള്ളവും കൃത്യമാക്കുക. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വത്തിൽ വരുന്നതാണ്. അത് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യമുള്ളൂ. എവിടെയാണ് അത് വികസനമാവുന്നത്? വെളിച്ചം കത്തിക്കുന്നത് എവിടെയാണ്? വികസനമാണ് അത് ഉത്തരവാദിത്തം. 2, MLAയുടെ ആസ്തി ഫണ്ടിൽ നിന്ന് ഞാൻ കൃത്യമായിട്ട് ചോദിക്കട്ടെ, മറുപടി തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഞാൻ സോറി പറഞ്ഞോളാം. MLAയുടെ ആസ്തി ഫണ്ടിൽ നിന്ന് അതിന് ഇത്ര രൂപ, ഇതിന് ഇത്ര രൂപ എന്ന് ഒപ്പിട്ട് കൊടുക്കുന്നിടത്ത് യഥാർത്ഥത്തിൽ വികസനം എന്ന് പറയാൻ പറ്റില്ല എന്ന്. അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താ ടൂറിസം ഡെവലപ്മെൻറ്റ്? ഈ കുന്നുകളുള്ളിടത്ത് ഹാൻഡ് റെയിൽ വെച്ച് കൊടുക്കില്ല ടൂറിസം ഡെവലപ്മെൻറ്റ്. ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല. അതിൻ്റെ പ്രശ്നം കാഴ്ചപ്പാടില്ലായ്മ എന്ന് പറയും. 50 കൊല്ലപ്പുറം നിങ്ങൾ എന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാനൊരാളെ കുറ്റപ്പെടുത്താനോ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്താനോ അല്ല. എനിക്ക് എന്ത് പറയാനുള്ളതെന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. 50 കൊല്ലത്തിനപ്പുറം വടക്കാഞ്ചേരിയിലെ വോട്ടർമാരോട് പറയുന്നത്, 50 കൊല്ലത്തിനപ്പുറത്തേക്ക് കാണാൻ കഴിവുള്ള, കാഴ്ചപ്പാടുള്ള,
കൃത്യമായി ദീർഘവീക്ഷണമുള്ള എനിക്ക് ശേഷമുള്ള 50 കൊല്ലം കൂടി വടക്കാഞ്ചേരിയുടെ മുഖം ഇങ്ങനെ ആയിരിക്കണം, 50 കൊല്ലം കഴിഞ്ഞാലും ഇത് പ്രയാസം ഉണ്ടാകരുത് എന്നുള്ള ബോധ്യമുള്ള ഒരാളായിരിക്കണം ജനപ്രതിനിധി. ഞാൻ ചോദിക്കട്ടെ, ഈ ട്രാഫിക് ബ്ലോക്ക് ഇത് തീർക്കാൻ എന്താ ബുദ്ധിമുട്ട്? 10 കൊല്ലം ഉണ്ടായില്ലേ? ഇവരുടെ സർക്കാർ, ഗവൺമെൻറ് ഓഫ് കേരള ആരായിരുന്നു? ഒരു പാർട്ടിയല്ലേ ഭരിച്ചത്? എന്നിട്ട് ഈ ട്രാഫിക് ബ്ലോക്ക് മാറ്റാൻ സാധിച്ചോ? എന്താണ് ഈ ട്രാഫിക് ബ്ലോക്ക് മാറ്റാനായിട്ട് ഉല്ലാസേട്ടൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിനകത്ത് 2 കാര്യങ്ങളുള്ളത്. ഇത്രയും ട്രാഫിക് ബ്ലോക്ക് കാലങ്ങളായിട്ട് ഈ വടക്കാഞ്ചേരിയിൽ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കാണണമെങ്കിൽ എന്തുണ്ടാവണം? ഒന്നെങ്കിൽ വീതി കൂടണം, അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യണം. അതിന് പാലം തടസ്സമാണോ അവിടെ പോയി കൈകാര്യം ചെയ്യണം. റോഡ് മറ്റുള്ള സ്ഥലങ്ങളിൽ തോട് തടസ്സമാണോ കൈകാര്യം ചെയ്യണം. ഈ പുഴയിലെ ഈ പുഴയിൽ 8 കോടി രൂപ ചെലവഴിച്ചു എന്നാണ് ഇവരുടെ അവകാശവാദം. ഞാൻ ചോദിക്കട്ടെ, മഴക്കാലത്ത് കരിങ്കല്ല് കെട്ടി, ആ കരിങ്കല്ല് ഒലിച്ചു പോയി, 8 കോടി ഒലിച്ചു പോയി, കരിങ്കല്ല് ഒലിച്ചു പോയി. സനു ഒരു കാര്യം മനസ്സിലാക്കണേട്ടെ, എൻ്റെ സനുവിൻ്റെ നികുതി പണമായി ഒലിച്ചു പോണേ. അപ്പോൾ അതും പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ കൃത്യമായിട്ട് ചോദിക്കട്ടെ, ഈ ഓരോ സ്ഥലത്ത് ടൂറിസം ഡെവലപ്മെൻറ്റ് ഇവർക്ക് നടത്താമായിരുന്നു. ചേപ്പാറയുണ്ട്, പൂമലയുണ്ട്, ബത്താഴക്കുണ്ടുണ്ട്, വെലങ്ങംകുന്നുണ്ട്, അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട്. ടെമ്പിൾ ടൂറിസത്തിനുള്ള സൗകര്യം മൂത്രാളിക്കാവും മച്ചാടും ഒക്കെയുള്ള സ്ഥലത്ത്, ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും ഒക്കെയുള്ള സ്ഥലത്ത് അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള കൃത്യമായ സ്പിരിച്വൽ ടൂറിസം സാധ്യതയുണ്ടല്ലോ. മനോഹരമായിട്ടുള്ള ജിയോഗ്രഫിക്കൽ സ്റ്റാറ്റസ് ഉള്ള ഒരു ഏരിയയാണ്. കൃത്യമായിട്ട് എല്ലാ തരം ടൂറിസത്തിന് ഡെവലപ്പ് ചെയ്യാം. മെഡിക്കൽ ടൂറിസം, നമ്മളെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഏത് നിയോജകമണ്ഡലത്തിലാണ്? ഈ നിയോജകമണ്ഡലത്തിലാണ്. എന്തേ അതിലൊന്നും ചിന്താഗതിക്ക് അനുസരിച്ച് ഡെവലപ്പ് ചെയ്യാൻ ഇവർക്ക് സാധിക്കാൻ? 2 പുതിയ ബിൽഡിംഗ് വരുന്നതാണ് ഇപ്പോൾ സേവർ ചിറ്റപ്പള്ളി പറഞ്ഞത്, 1,00,000 സ്ക്വയർ ഫീറ്റിൽ. ഞാനൊരു കാര്യം, ഞാൻ MLA കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രതിപക്ഷം അതിന് സാധിച്ചില്ല എന്ന് പറഞ്ഞ് എൻ്റെ സമയം കളയുന്നില്ല. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. സാനു ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചെല്ലുക, മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവിടെ ഫാർമസിയിൽ എല്ലാ മരുന്നുകളും ലഭ്യമാണോ എന്ന് ചോദിക്കുക. അതാണല്ലോ അടിസ്ഥാന പ്രശ്നം. ലഭ്യമാണോ? കെട്ടിടമുണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മരുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവിടെ ആവശ്യമായിട്ടുള്ള അനുപാതത്തിൽ ഡോക്ടർമാരുണ്ടോ എന്ന് ചോദിക്കുക, അതിന് വേണ്ട നേഴ്സുമാരുണ്ടോ എന്ന് ചോദിക്കുക, ലാബ് ടെക്നീഷ്യന്മാരുണ്ടോ എന്ന് ചോദിക്കുക, എക്സ്റേ മെഷീനുകളും MRI സ്കാൻ മെഷീനുകളും ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റുകൾ കൃത്യമാക്കുന്ന സംവിധാനങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക, ആംബുലൻസുകൾ കൃത്യമാണോ ചോദിക്കുക, കിടക്കകൾ കൃത്യമാണോ ചോദിക്കുക, വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കാനുള്ള നമ്മുടെ ഒരു വാഷ്റൂമുകൾ കറക്റ്റാണോ എന്ന് ചോദിക്കുക. ചെറിയ കാര്യങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കൃത്യമാക്കാതെ മെഡിക്കൽ കോളേജ് നിർത്തിയിട്ട് ഞാൻ 2 ബിൽഡിംഗ് പണിതു എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിനകത്ത് പണിതിട്ട് എന്താ കാര്യം? ആ ബിൽഡിങ്ങിനകത്ത് പണിയെടുക്കാനുള്ള ഡോക്ടർമാരില്ലല്ലോ, നഴ്സുമാരില്ലല്ലോ, അതിനകത്ത് കിടക്കകൾ കൃത്യമായിട്ട് ഇപ്പോഴും ഇല്ലല്ലോ. അപ്പം രോഗികളുടെ പ്രയാസത്തിനനുസരിച്ച് 10 കൊല്ലം കൊണ്ട് വരാത്ത സാധനമാണോ ഇനി നാളെ പോയിട്ട് കാവടിയാടാന്ന് പറയണേ? എനിക്ക് എങ്ങനെയാണ് ജനങ്ങൾ മനസ്സിലായത്? വാഗ്ദാനങ്ങൾ എന്നാണോ പറയുന്നത്? ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ മത്സരിക്കുന്നു എന്നുള്ളതൊന്നും അല്ല കേട്ടോ, ഓപ്പണായിട്ട് ജനങ്ങളോട് പറയാണ്. രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത എന്താ? തെരഞ്ഞെടുപ്പായി എല്ലാവരും ഇറങ്ങിയില്ലേ, ഉല്ലാസ് ബാബു അടങ്ങുന്ന എല്ലാവരും ഇറങ്ങി, ചേച്ചി, ചേട്ടാ, അമ്മേ, അച്ഛ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട്ട് ചോദിച്ചു പോവാണ്. ഞാൻ ചോദിച്ചു പോണത് ആ രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി കാഴ്ചപ്പാടുകൾ കൃത്യമായി ജനങ്ങളോട് അവതരിപ്പിക്കണമെന്ന്. ഈ 5 വർഷം കൊണ്ട് ഇപ്പോൾ ഇവരെന്താ പറയുക, ക്ഷേമ പെൻഷൻ ഞങ്ങൾ കൊടുക്കുന്നു. സനു മലയാളിയല്ലേ, പ്രബുദ്ധ മലയാളി എന്നല്ലേ നമ്മളെയൊക്കെ വിളിക്കണേ, ക്ഷേമ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. സനുവിനോട് ഞാനൊരു അഭിപ്രായം ചോദിക്കട്ടെ, ഇപ്പോൾ 2000 രൂപയാണ്. 2000 രൂപയ്ക്കുള്ള ക്ഷേമം മതിയോ സനുവിന്? മലയാളിയായ സനുവിന്, മലയാളിയായ ഉല്ലാസ് ബാബുവിന്, എനിക്ക് പടെടുക്കണം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് ഇതേ പോണു 2 കുടുംബക്കാർ, അവരോട് ചോദിക്കേ, സർക്കാർ നിങ്ങൾക്ക് 2000 രൂപ തരുന്നുണ്ട്, അതിനുള്ള ക്ഷേമം മതിയോ? അപ്പം കാലാകാലം ഭരിച്ച ഇടതും വലതും ഇപ്പോഴും ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ക്ഷേമം ഇതുവരെ ഇല്ലാന്നല്ലേ? ചോദ്യങ്ങൾ വളരെയധികം കൃത്യതയോട് കൂടിയിട്ടാണ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ ജനങ്ങളോട് ചോദിക്കുന്നത്. ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഞാൻ സനുദ ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാല് നേരെ അവിടെ നിന്ന് പോയി റൈറ്റ് തിരിയുക, ഓട്ട് പറയുന്നത് വിരിപ്പാക്കാന്ന് പറഞ്ഞൊരു മില്ലുണ്ട്. അതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. അപ്പൊ അവര് പറയും ഞങ്ങൾ അത്ര ഓടി ഇലക്ട്രോൺ അവിടെ നിന്ന് ഇങ്ങോട്ട് പോണ്ടേ, ഇതിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാം, ഇലക്ട്രോൺ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നാൽ മൊത്തം ഈ സർക്കാരിന്റെ എടുത്താൽ സീതാറാം മില്ലുണ്ട്, ലക്ഷ്മി മില്ലുണ്ട്, വനജ മില്ലുണ്ട്, എല്ലാ സാധനവും പൂട്ടിക്കളഞ്ഞില്ലേ. എന്നിട്ട് കോടിക്കണക്കിന് രൂപ അതിന്റെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ആ ഉന്നമനം അവിടുത്തെ തൊഴിലാളികൾക്ക് കിട്ടിയോ ഇല്ലെന്ന ക്ഷേമം പറയണ പോലെയാണ്. കാലം ഇത്രയായി ഭരിച്ചിട്ടും സർക്കാർ ഇന്നും ജനങ്ങൾക്ക് ക്ഷേമത്തിന് വേണ്ടി പെൻഷൻ കൊടുക്കേണ്ടി വരികയാണെന്ന് പറഞ്ഞാൽ ജനത്തെ അതല്ല ആവശ്യമൊന്ന്. ഇവരുടെ ഒരു ഔദാര്യ പെൻഷൻ സർക്കാർ ജനങ്ങൾക്ക് വേണ്ട, തനിക്കും വേണ്ട, എനിക്കും വേണ്ട, പകരം എന്ത് കിറ്റ് വേണം? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് നല്ല തൊഴിലിടം ഉണ്ടായാൽ, നല്ല തൊഴിൽ സംസ്കാരം ഉണ്ടായാൽ, നല്ല വേതനം ഉണ്ടായാൽ, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നാൽ എന്തിനാണ്ടോ നമുക്ക് ഔദാര്യ പെൻഷൻ നമുക്ക് വേണോ? ഒരു ജനം ആഗ്രഹിക്കില്ല.
താനും ഞാനും ഒക്കെ നമ്മുടെ മക്കൾ വളർന്നു വന്ന് അവർക്ക് നല്ല വരുമാനം ഉണ്ടായി, അവർ നമ്മുടെ നാട്ടിൽ ജീവിച്ച് അവരുടെ തലച്ചോറ് നമ്മുടെ മണ്ണിൽ ഉപയോഗിച്ച് നമ്മുടെ സമ്പദ്ഘടന വളർന്നാൽ നമുക്ക് എന്തിനാണ് സർക്കാരിൻ്റെ ഔദാര്യ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്നത്? നമ്മുടെ ക്ഷേമം അവർ നോക്കിയോളൂ, നമ്മുടെ നാട് നോക്കിയോളൂ. നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ എന്തിനാണ് ഇവരെ പുറകെ പോകുന്നത്? വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിങ്ങൾ മൊത്തം നടന്നല്ലോ. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ യുവാക്കൾ എവിടെ? വടക്കാഞ്ചേരി മണ്ഡലത്തിലെ യുവാക്കൾ പരിപൂർണമായിട്ട് ഒരു 70% അല്ലെങ്കിൽ 55 to 70% യുവാക്കൾ പോയില്ലേ? രാജ്യം വിട്ട് പോയില്ലേ? ഞാനിപ്പോ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ മത്സരിക്കണേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് കേരളത്തിൽ മൊത്തമുള്ള വിഷയം ശരിയാണ്. പക്ഷെ വടക്കാഞ്ചേരിയിലെ യുവാക്കളും യുവതികളും ഒക്കെ +2 കഴിഞ്ഞ് പഠിക്കാനും ജോലി അന്വേഷണത്തിനും ഈ രാജ്യത്തിൻ്റെ അപ്പുറത്തേക്ക് പഠിക്കാൻ പോയത് എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസപരമായിട്ട്, തൊഴിൽപരമായിട്ട് അവർ ഇവിടെ സംരക്ഷിതരെന്നുള്ള അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടല്ലേ. മാറുന്ന തലമുറയുടെ ഏറ്റവും വലിയ വിപത്താണ് ഡ്രഗ്സ്. വടക്കാഞ്ചേരിയുടെ യുവത്വത്തിനെ കുറിച്ച് ഇത്രയധികം ആകുലതയുള്ള ശ്രീ ഉല്ലാസ് ബാബു എന്താണ് ഡ്രഗ്സ് ഫ്രീ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നത്? 2 കാര്യങ്ങളുണ്ട് സനോ. ഡ്രഗ്സിലേക്കും അങ്ങനെ ആൽക്കഹോളിലേക്കും ഡ്രഗ്സിലേക്കും ഒക്കെ നമ്മുടെ മക്കൾ പോകുന്നിടത്ത് എവിടെയാണ്, എന്തുകൊണ്ടാണ് അവരുടെ കാഴ്ചപ്പാടും അവരുടെ തലച്ചോറും അതിലേക്ക് ചിന്തിക്കുന്നതെന്ന് കൂടി നമ്മൾ നോക്കണം. നമ്മൾ പുതിയ കണ്ടെത്തലുകളും പഠനങ്ങളൊക്കെ നടത്തുമ്പോൾ ആ മക്കളുടെ ബുദ്ധിയെ ഇതിലേക്ക് പോവാതെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പ്രവർത്തനത്തിനും നാടിൻ്റെ വളർച്ചയ്ക്കും ഉപയോഗിക്കുന്നതിലായിരിക്കണം മിടുക്കുന്നത്. അല്ലാതെ ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഇവിടെ ഞാനൊരു സ്ഥലത്ത് കണ്ടു, ഇവർ കുറേ പ്രതിജ്ഞ എടുപ്പിക്കും. പ്രതിജ്ഞ എടുക്കലല്ലോ കാര്യം. ഇതിൽ എവിടെയാണ് പതിരുമയല്ല വളം വെക്കണ്ടേ? വളം വെക്കേണ്ടത് എവിടെയാണ്? ഇത് വരുന്നിടത്ത് തടയണം. വന്നതിന് ശേഷം വ്യാപനം നടത്തുന്ന സംഘങ്ങളെ പിടിക്കണം. എന്നിട്ട് പിടിച്ചതിന് ശേഷം കുട്ടികൾ കളിക്കാൻ പോകുന്നില്ലല്ലോ, കളിയിടങ്ങളില്ലല്ലോ, കുട്ടികൾക്ക് വേറെ സ്പേസ് ഇല്ലല്ലോ, മക്കൾ വേറെ രീതിയിലേക്ക് ചിന്തിക്കാൻ അവർക്ക് സമയമില്ലല്ലോ, പഴയ കൂട്ടായ്മകളില്ലല്ലോ, അവർ പണ്ടത്തെ പോലെ മാവുന്തറയിലോ ആൽത്തറയിലോ വന്നിരിക്കുന്നില്ലല്ലോ. അവർക്ക് ജോലി കഴിഞ്ഞ ഡിപ്രഷനാണ്, സ്ട്രെസ്സാണ് എന്നല്ല. ആ സാഹചര്യത്തിൽ ഇവരിതിലേക്ക് പോകുമ്പോൾ അതിനെവിടെയാണ് ഇവരെ തിരുത്തേണ്ടതെന്ന് പഠിച്ച് തിരുത്തണം. ആ തിരുത്താൻ എന്തുണ്ടാവണം? ഈ മക്കളെ കൈവിട്ട് പോകരുതെന്നുള്ള ബോധ്യം ജനപ്രതിനിധിക്ക് ഉണ്ടാവണം. എൻ്റെ വടക്കാഞ്ചേരി ക്ലീൻ സിറ്റിയാണെന്ന് പറയണം. പക്ഷേ നിർഭാഗ്യവശാൽ ഗവൺമെൻറ് ഓഫ് കേരള എന്താ ചെയ്തത്? പ്രബുദ്ധ മലയാളിയെ കൊണ്ട്, മലയാളിയുടെ പ്രബുദ്ധതയെ കൊണ്ട് കള്ളിന് പേര് ടീച്ചറോ, കള്ളിന് പേരിടാനായിട്ട് ലോട്ടിടാൻ വിട്ടുന്ന്. ഏത് പ്രബുദ്ധ മലയാളിയുടെ പ്രബുദ്ധത കള്ളിന് പേരിടാൻ ഉപയോഗിച്ച സർക്കാരാണിത്. എന്നിട്ട് അതിൻ്റെ പേര് ഇടിവാള, മിന്നല, മാജിക്ക. ആ പുതിയ കള്ളിന്റെ പേരെന്തിട്ടാ? മിന്നൽ മാജിക്, മിന്നലാ, അങ്ങനെ എന്താണ്. അപ്പം മലയാളിയുടെ പ്രബുദ്ധതയെ കള്ളിന് പേരിടാൻ ഉപയോഗിച്ചൊരു സർക്കാരിനോട് ഞാൻ എന്ത് പറയാനാ സനോ? ഒരു കാര്യം ഉറപ്പാണ്, ഉല്ലാസ് ബാബു എന്ന് പറയപ്പെടുന്ന ഞാൻ നിങ്ങളുടെ സഹായം കൊണ്ട് നിങ്ങളുടെ വോട്ടും വാങ്ങിച്ച് ഞാൻ ജനപ്രതിനിധിയായി വന്നത്. എനിക്ക് വോട്ടിന് മുമ്പ് കുറേ ഓഫറുകളൊന്നും ഇല്ല കേട്ടോ. എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കുറേ ഓഫറുകളില്ല എന്ന് പറയുന്നത് അങ്ങനെയല്ലടൂ. ആ പെൻഷൻ, ഈ പെൻഷൻ അങ്ങനെയല്ലാന്ന്. കരുതലും സ്നേഹവും വേണ്ട തെരഞ്ഞെടുത്തതിന് ശേഷമുള്ള 5 വർഷമാണ്. അല്ലാണ്ട് ഈ സമയത്തല്ല മോനെ വോട്ട് ചെയ്യ്, മോളെ വോട്ട് ചെയ്യ്. എൻ്റെ ചേട്ടാ ഇതൊക്കെ കാലഘട്ടം കഴിഞ്ഞു പോയിന്ന്. പകരം എന്താ വേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ആളുകൾക്ക് ആവശ്യം എന്താ? അവന് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ട്. അവന് ജോലിക്ക് പോയാൽ കൂലി കിട്ടണം, വയ്യാണ്ടായ ആരോഗ്യ സംരക്ഷണം ഉണ്ടാവണം, ഫാർമസിയിൽ പോയാൽ കൃത്യമായി മരുന്ന് കിട്ടണം, റേഷൻ കടയിൽ പോയാൽ കൃത്യമായി അരി കിട്ടണം, ഇടിവെട്ട് വരാത്ത രീതിയിലുള്ള കറണ്ട് ബില്ല്, മാന്യമായ കറണ്ട് ബില്ല് വരണം, അവൻ്റെ ആവാസ വ്യവസ്ഥ കൃത്യമാകണം, അവൻ കിടന്നുറങ്ങുമ്പോൾ ആന വന്നിട്ട് ആക്കാൻ പാടില്ല, കടുവ വന്നിട്ട് മാന്താൻ പാടില്ല, ഒന്ന് പുറത്തിറങ്ങിയെന്ന് നല്ല ശ്വാസം വലിക്കാമെന്ന് പറയുമ്പോൾ പട്ടി വന്നിട്ട് കടിക്കാൻ പാടില്ല. അവനൊരു മനസ്സമാധാനം വേണം, അവൻ്റെ മക്കൾ വീട്ടിലുണ്ടാവണം, അവരുടെ വിദ്യാഭ്യാസം കൃത്യമാകണം, ആ വിദ്യാഭ്യാസം കൊണ്ട് നല്ല തൊഴിലിവിടെ ഉണ്ടാവണം. ഇതൊക്കെ സാധാരണക്കാരന് ആവശ്യമുള്ളൂ. ആ ആവശ്യം കൃത്യമായി നിറവേറ്റി കൊടുക്കാനായിട്ട് ജയിച്ചാലുള്ള 5 വർഷം കൊണ്ട് ഞാൻ ചെയ്തുതരാം. അതേപോലെ തന്നെ എൻ്റെ ഭൂഷണൊക്കെ ഇന്നതാണ്. അല്ലാതെ നിങ്ങളെ പറ്റിക്കുന്ന ഒരു ഓഫറും ഉല്ലാസ് ബാബുവിൻ്റെ ഒറ്റ ഓഫറേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ചതിക്കില്ലെന്നുള്ള ഒരു ഓഫറേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷനുണ്ട്. ഞാൻ BJP NDA ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലേക്ക് നടപ്പിലാക്കാൻ വരുന്ന ഒരാളാണ്. ഞങ്ങൾ ചെറുപ്പക്കാരെ കൂടെ നിർത്താം സ്റ്റാർട്ടപ്പിലൂടെ, ഞങ്ങൾ അവരെ സംരക്ഷിക്കാം മുദ്രാ ബാങ്കിലൂടെ, ഞങ്ങൾ അവർക്ക് മിടുക്കായിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാക്കി കൊടുക്കാം സ്കിൽ ഡെവലപ്മെൻറ്റിലൂടെ, കർഷകനെ ഞങ്ങൾ സംരക്ഷിക്കാം കിസാൻ സമ്മാൻ നിധിയിലൂടെ, വിള നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ സംരക്ഷിക്കാം ഫസൽ ബീമ യോജനയിലൂടെ, വീടില്ലാത്തവർക്ക് ഞങ്ങൾ കൃത്യമായി വീട് കൊടുക്കാം പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ. കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമാകുന്നു. ആരോഗ്യ മേഖലയിൽ വയോവന്ദൻ, അതേപോലെ ആരോഗ്യ മേഖലയിൽ
ആയുഷ്മാൻ ഭാരത്, ഇങ്ങനെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പദ്ധതികൾ യഥാവിധി ഈ നാട്ടിൽ നടപ്പിലാക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്താലേ നടക്കുള്ളൂ. നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക, പരമാവധി ആലോചിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളെ ചതിച്ചവരെ കുറിച്ചൊന്ന് തിരിച്ചാലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉല്ലാസ് ബാബു പറയുന്നതിൻ്റെ കാര്യം. പവർ കട്ടില്ലാത്ത കേരളം എന്നാ പറയണേ. പവർ കട്ടില്ലാത്ത കേരളത്തിൽ കറണ്ട് ബില്ല് വരുമ്പോഴേ ഹൃദയഘട്ടം ഉണ്ടാവണേ. കാരണം എൻ്റെ ഒരു സ്ലാബ് ഉച്ചയ്ക്ക്, ഒരു സ്ലാബ് കാലത്ത്, ഒരു സ്ലാബ് ഉച്ച തിരിഞ്ഞ്, ഒരു സ്ലാബ് വൈകുന്നേരം 8000 ഉറുപ്പ്യോട് സനോ എൻ്റെ വീട്ടിൽ പ്രാവശ്യം കറണ്ട് ബില്ല് വന്നേക്കണേ. ഈ ചൂട് കാലത്ത് ഒരു ഫാൻ കൂടുതലിട്ടാൽ ഹൃദയം കട്ടാവുന്ന അവസ്ഥയിലേക്ക് കറണ്ട് ബില്ല് വരണേ. സ്ലാബ് മാറ്റിയിട്ട് അതിലൂടെ കൂടുതൽ തട്ടിപ്പല്ല സനോ നടക്കണേ. ഈ ഞാൻ ചോദിക്കണം എന്താ വെച്ചാൽ, സാധാരണക്കാരന് കറണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റിയവർക്ക് ഇവർ കൊടുക്കണ 2000 രൂപ കൊണ്ട് ഒരു സാധാരണക്കാരൻ മെഡിക്കൽ കോളേജിൽ മരുന്നില്ലെങ്കിൽ ഒരു പ്രൈവറ്റ് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് മേടിക്കാൻ 2000 രൂപ മതിയാ. ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഡോക്ടറെ കാണാൻ പോകാനായിട്ട് ഒരു മാസം 2000 കൊണ്ട് പറ്റുമോ? ഒരു കിലോ അരിക്ക് 55 രൂപയപ്പോൾ ഒരു സാധാരണക്കാരന് അരി, പരിപ്പ്, പയർ, മഞ്ഞൾ, കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ജീരകം, കർപ്പൂരം, പപ്പടം, എന്തും ആയിക്കോട്ടെ, വെളിച്ചെണ്ണ ആയിക്കോട്ടെ, നാളികേരം ആയിക്കോട്ടെ, 2000 റുപ്യക്ക് എന്തുട്ടാ പറ്റുക? ഉല്ലാസേട്ടൻ ഒരു ഭാവിയിൽ ഒരു MLA ആവുകയാണെങ്കിൽ ഈ പറയുന്ന മൈഗ്രേറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ്, നെക്സ്റ്റ് ജനറേഷൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും ജെൻസി കിഡ്സ് മിടുക്കന്മാരായിട്ടുള്ള മെഡിക്കലായിട്ടുള്ള കുട്ടികളെ നമ്മൾ പറയും. അവർക്ക് ചിലർ കുറ്റപ്പെടുത്തും. എന്താണ്? അവർക്ക് പരിപ്പ് കുത്തി കാച്ചാൻ അറിയില്ല, അവർക്ക് പ്രായോഗികത ഇല്ല, അവർക്ക് ഈ ഫോണും ഇങ്ങനെ മാന്തിയിരിക്കലാണ് പണി എന്നാ പറയുക. എന്താണ് ചെറിയ മിടുക്ക? ഞാൻ ചോദിക്കട്ടെ, പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ വന്ന കാലഘട്ടത്തിൽ ഒരു കമ്പ്യൂട്ടർ ക്ലാസ്, ഞാൻ പഠിച്ചത് സെൻറ്റ് വിൻസെൻ്റ് ഡീപ്പോളിലാണ്. ആ ഡീപ്പോളിൽ കമ്പ്യൂട്ടർ ക്ലാസ് വന്ന സമയത്ത് അവിടെ ചെന്ന് CPU കുറിച്ച് പഠിക്കുന്നു, മോണിറ്ററിനെ കുറിച്ച് പഠിക്കുന്നു, കമൻറ്റ് എന്താണെന്ന് പഠിക്കുന്നു. അങ്ങനെ പഠിച്ചിട്ട് എത്ര കാലം എടുത്തു പോകുന്നു പഠിച്ചെടുക്കാനായിട്ട്. ഇന്നത്തെ മക്കൾ നമ്മുടെ മൊബൈൽ ഫോൺ തൻ്റെ മകൾ കയ്യിലെടുത്താൽ 3 മണിക്കൂറോ വേണ്ടോ അത് കയ്യിലെടുക്കാൻ. അതിന് തലച്ചോറിന് നല്ല മിടുക്കായിട്ടുള്ള പ്രവർത്തനം ഉണ്ട്. അതിനെ ബഹുമാനിക്കണം, അതിനെ അംഗീകരിക്കണം. അപ്പോൾ എന്ത് വേണം? ആ വഴിയിലൂടെ പോണ കുട്ടികളെ ആ വഴി തന്നെ കൈകാര്യം ചെയ്ത് അവരുടെ മിടുക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സമ്പദ്ഘടന വളർത്താൻ, സാമ്പത്തികം ഉണ്ടാക്കാൻ, ഈ നാടിനെ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കണം. AICT ഉണ്ടാക്കിക്കൂടെ? സെമി കണ്ടക്ടർ ഹബ് ഉണ്ടാക്കിക്കൂടെ? IT ഹബ് ഉണ്ടാക്കിക്കൂടെ? ടൂറിസം ഡെവലപ്മെന്റിന് അതും കൂടി കണക്ട് ചെയ്ത് ഇതേപോലത്തെ പിള്ളേരുകൾ തന്നെയാണ് പുറത്തേക്ക് പോയിട്ട് ഇതേ വർക്കുകൾ ചെയ്യുന്നതും. അതിലൊരു കൃത്യമായിട്ടുള്ള ഇന്റൻഷൻ ഉണ്ട്, ഇന്റർനാഷണൽ ഇന്റൻഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ മക്കളുടെ ബ്രെയിനെ ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ, ഗവൺമെൻറ് ഓഫ് കേരളയുടെ പ്രതിനിധികൾ എപ്പോഴും പറയുന്നത് ലോകം കേരളത്തെ നോക്കിയിരിക്കുന്നു എന്ന പോലെ. അത് 21 മന്ത്രിമാരെ അല്ല, കേരളത്തിലെ മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള നമ്മുടെ മക്കളുടെ തലച്ചോറിനെ അവർ നോക്കിയിരിക്കുകയാണ്. കാരണം എന്താ അറിയോ? ഈ ബ്രെയിനിൻ്റെ ബുദ്ധി കൊണ്ട് അവരുടെ രാഷ്ട്രത്തെ കൊണ്ടുപോയി അവരെ ഉപയോഗിച്ച് അവരുടെ രാജ്യം രക്ഷപ്പെടും. അപ്പോഴും നമ്മുടെ ആളുകൾ ഈ വരട്ട് തത്വശാസ്ത്രം വെച്ച് ഈ നാടിനെ ഒരു 50 കൊല്ലം പുറകോട്ടടിക്കും. ഏങ്കക്കാട് പാലം ഈ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും. തൊട്ടപ്പുറത്തൊരു മേൽപ്പാലം, 2 സ്ഥലത്ത് മേൽപ്പാലമില്ല. 24 മണിക്കൂർ ഉള്ളൊരു ദിവസം. അത് ഞാൻ പറഞ്ഞല്ലോ 24. ഇനി BJP ആയിട്ടുള്ള ഉല്ലാസ് ബാബു എന്ന് പറഞ്ഞല്ലോ 24 മണിക്കൂറുള്ള ഒരു ദിവസം. അതിൽ 17-18 മണിക്കൂർ ട്രെയിൻ വരും, ഗേറ്റ് അടച്ചിടും. പണ്ട് ഒരു വാരരുണ്ടായിരുന്നു, മറ്റേ ഗുരുവായൂർ ദിവസം പോലെ. അദ്ദേഹം മരിച്ചത് ഇതേവിടെയാണ്. 1.5 കൊല്ലം മുന്നേ സുനി മരിച്ചത് ഈ റെയിൽവേ ക്രോസ് അങ്ങോട്ട് ആംബുലൻസിന് കിടക്കാൻ പറ്റാണ്ടയാ. എന്നിട്ട് ഒരു ജനപ്രതിനിധികൾ 5 വർഷം ഒരാൾ, അതിന് മുൻപ് 5 വർഷം, അതിന് മുൻപ് 5 വർഷം, അതിന് മുൻപ് 5 വർഷം. വടക്കാഞ്ചേരിയിൽ ഇത്രയൊക്കെ ജനപ്രതിനിധികൾ MP-മാരായിട്ടും MLA-മാരായിട്ടും ഒക്കെ ഉണ്ടായിട്ട് 1 UPAക്കും 2 UPAക്കും ഒക്കെ ഇവർ കൊടുത്തിട്ട് ഇപ്പം അടുത്ത് BJP NDA സർക്കാർ വന്നതിന് ശേഷമാണല്ലോ അതിൻ്റെ പേപ്പർ വർക്ക് തുടങ്ങി വെച്ചത്. അപ്പോൾ ഇവർക്ക് എന്തായിരുന്നു ഇവിടെ പണി? ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയമല്ലോ. 2 സ്ഥാനാർത്ഥികളും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാര്യം ഏങ്കക്കാട് മേൽപ്പാലങ്ങളാണ്. അത് മാത്രമല്ലല്ലോ, നിങ്ങൾ അവിടെ ഇല്ലാത്ത കേരളം അതൊന്ന് അപ്പുറത്ത് ചെല്ലുമ്പോൾ വനം വകുപ്പ് എന്നൊന്നും വകുപ്പില്ല കേരളത്തിൽ. ഒരു മന്ത്രി അതിനകത്ത് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഞാനെങ്ങും തപ്പി നോക്കി കണ്ടില്ല. അവിടെ ഈ മുനിസിപ്പാലിറ്റിയിൽ, തെക്കുംകര പഞ്ചായത്തിലെ ഈ മുനിസിപ്പാലിറ്റിയിലെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ ഗോവിന്ദേട്ടൻ്റെ വീട്ടിൽ ചെന്നാൽ അറിയാം, പുറകിൽ ആന വന്നിട്ട് ബാക്കിൽ കാണുമ്പോൾ പേടിച്ചിട്ട് ആൾ ടെൻഷൻ അടിച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ അവിടെ കടുവയുടെ പാട് കാണും. വീടിൻ്റെ മുൻപിൽ കടുവയും പുറകിൽ ആനയും വരുന്ന സാഹചര്യം ഇവിടെ ഉണ്ടെന്ന്. വടക്കാഞ്ചേരിയിൽ നിങ്ങൾ ചെല്ലും, ഞാൻ കാണിച്ചു തരാം. എന്നോട് ഇന്നലെ ഗോവിന്ദേട്ടൻ പോയി പറഞ്ഞപ്പോഴാണ്, ഫോറസ്റ്റുകാരോട് പറഞ്ഞപ്പോൾ ഫോറസ്റ്റുകാർ പറഞ്ഞു എന്ന് പറഞ്ഞ്, ചേട്ടാ കടുവയുടെ കാൽപ്പടാന്ന് പുറത്ത് പറയണ്ട, ജനം പാനിക്കാവും എന്ന് പറഞ്ഞാൽ ഒരു പൂട്ടും പിണ്ണാക്കും ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ജനം പാനിക്കാവണ്ടെന്ന്. അപ്പം കടിച്ചു കൊല്ലണേ കടിച്ചു കൊന്നോട്ടെ എന്ന്. ഏത് രാഷ്ട്രീയമാണ്? CPM ആയ എന്താ കടുവയ്ക്ക് എന്ത് CPM, കടുവയ്ക്ക് എന്ത് കോൺഗ്രസ്, കടുവയ്ക്ക് എന്ത് BJP,
കടുവയും ആനയും പട്ടി ഇങ്ങോട്ട് കടിക്കാൻ വരുമ്പോൾ ഇൻകുലാബ് സിന്ദാബാ എന്ന് വിളിച്ചാൽ കടുവ മിണ്ടാണ്ടിരിക്കുമോ? അതിനെന്തിട്ട് രാഷ്ട്രീയ കടിച്ച മുറുക്കിയത് കടിച്ച് മുറിച്ച മെഡിക്കൽ കോളേജിൽ മരുന്നില്ല കേട്ടാ. തെരുവ് നായകൾ, നിങ്ങളടങ്ങുന്ന, ഞാനടങ്ങുന്ന, ഇയാളടങ്ങുന്ന, ഇവരടങ്ങുന്ന ആളുകൾ നാട്ടിൽ പട്ടികളെ വെച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിനെ പിടിച്ച് കെട്ടി അതിന് വേണ്ട കൈകാര്യം ചെയ്യാൻ സർക്കാരിന് സാധിക്കാത്ത. മൂന്നാമത്തെ കാര്യം, ടൂറിസം കഴിഞ്ഞു, ആരോഗ്യത്തിൻ്റെ ദുരന്താവസ്ഥ കഴിഞ്ഞു, വിദ്യാഭ്യാസ മേഖല നേരിടുന്ന തകർച്ച കഴിഞ്ഞു, മേൽപ്പാലം കഴിഞ്ഞു, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ദുരിതം കഴിഞ്ഞു, കൃത്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരാത്തതിൻ്റെ പേരിൽ തൊഴിൽ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പറയുന്നു, കർഷകൻ്റെ പ്രശ്നം. പണ്ട് എനിക്കോ സനുവിനോ പാടുണ്ടെങ്കിൽ നമ്മുടെ സനുവിൻ്റെ അച്ഛമ്മോട് പോയി ചോക്ക്, അമ്മമ്മോട് പോയി ചോദിക്കുക, എന്താണെന്നറിയോ? ഉണ്ട ചിറ്റേനി വേണമെങ്കിൽ വിതയ്ക്കാം, അല്ലെങ്കിൽ തവളക്കണ്ണൻ വേണമെങ്കിൽ വിതയ്ക്കാം, ഉമ വേണമെങ്കിൽ വിതയ്ക്കാം. ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് കേരള കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി, അവരുടെ ഒരു മുദ്രാവാക്യം തന്നെ എന്തായിരുന്നു? നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെയാകും പൈങ്കിളിയെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർഷകർ തീരുമാനിക്കുന്നതാണ് ശരി. ഇന്നെന്താ സനിയോ? ഇന്നുണ്ടല്ലോ ഇവിടെ ഈ വടക്കാഞ്ചേരിയിൽ കൊയ്ത്ത് കഴിഞ്ഞ കർഷകൻ്റെ അടുത്ത് നിങ്ങൾ പോയി ചോദിച്ചോ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഞാൻ തിരിച്ചെടുക്കാന്നേ. ഒന്നെങ്കിൽ ഉമ അല്ലെങ്കിൽ പൊന്മണി, ഈ രണ്ട് വിതയ്ക്കാൻ അധികാരമുള്ളൂ. അതിനപ്പുറത്തൊരു വിത്ത് ഒരു കർഷകൻ പാടത്ത് വിതച്ചാൽ ഇവർ കൊയ്യില്ല. ആര്? ഈ പടവ് കമ്മിറ്റി. ആരാ പടവ് കമ്മിറ്റി? ഈ രാഷ്ട്രീയ കമ്മിറ്റി. ആ പടവ് അവർ കൊയ്യില്ലെന്ന്. അവർ സർക്കാർ ആ വിത്തേ കൊടുക്കുള്ളൂ, ആ വിത്തേ വിതയ്ക്കാൻ പാടുള്ളൂ. അത് മാത്രമേ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ഉമ വിതയ്ക്കണം അല്ലെങ്കിൽ പൊന്മണി വിതയ്ക്കണം. ആ കൊയ്ത്ത് കഴിഞ്ഞാൽ ഈ പടവ് കമ്മിറ്റിയുടെ തിട്ടൂരെന്താ? സനുവിൻ്റെ വീട്ടിൽ കൊയ്ത്ത് കഴിഞ്ഞാലേ ആ നെല്ല് മെതിച്ചിട്ടേ അതങ്ങോട്ട് ചാക്കിലാക്കിയിട്ടേ അതങ്ങോട്ട് മൂട്ടിയിട്ടേ അതങ്ങോട്ട് വരമ്പത്ത് കയറ്റി വെക്കുമ്പോഴേ 1 കിലോൻ്റെ തൂക്ക് കൊണ്ടുവന്നിട്ട് അതിൽ തൂക്കുക. സനു 25 കിൻഡൽ അരി അല്ലെങ്കിൽ 25 കിൻഡൽ നെല്ല് ഇൻറ്റു ഇത്ര രൂപ. അപ്പം തന്നെ ലാപ്ടോപ്പിൽ കയറുക, ഓൺലൈൻ ട്രാൻസാക്ഷൻ സനുവിൻ്റെ അക്കൗണ്ടിലേക്ക്. നാട്ടിലുള്ളൊരുത്തൻ ഇവിടെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നെങ്കിൽ ഈ കാര്യം നടത്തായിരുന്നില്ലേ? കിസാൻ സമ്മാൻ നിധി ഞങ്ങളുടെ സർക്കാർ വിത്തൗട്ട് എനി ഡിലേ കൃത്യമായിട്ട് ഓരോ സമയത്തും പൈസ ഇതേ സ്വിച്ചിൽ തന്നെയല്ലേ അക്കൗണ്ടിലേക്ക് വരണേ. അതിനിടതുപക്ഷം വലതുപക്ഷം BJP ഒന്നും ഇല്ലല്ലോ. ഇപ്പം ഡിസംബറിൽ കൊയ്ത നെല്ല്, ഡിസംബറിൽ സപ്ലൈക്ക് കൊടുത്ത നെല്ലിന് ഇന്ന് മാർച്ചല്ലേ നമ്മൾ സംസാരിക്കണേ? മാർച്ച് 28 ഇന്ന് 28-ാം തീയതി ക്രെഡിറ്റ് ആയിട്ടില്ലാടോ. 28-ാം തീയതി കാശ് കൊടുത്തിട്ടില്ല. ഡിസംബർ 25-ാം തീയതി കൊയ്തൊക്കെ നെല്ലിന്റെ പൈസ കിട്ടിയിട്ടില്ല ഇതുവരെ. എവിടെ പിന്നെ ആരും മറ്റാരുണ്ട് എന്ന് ചോദിക്കണല്ലേ? മറ്റാരുണ്ട് എന്ന് ചോദിക്കണല്ലേ? എന്താ അർത്ഥമുള്ളേ? അപ്പോൾ ഇവരാരും മിണ്ടില്ല. ഇനി കിട്ടുക എങ്ങനെയാണെന്നറിയോ? ലോണായിട്ടാ. ഈ ലോൺ സർക്കാർ അടയ്ക്കണ്ട, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ സനുവിന് മെസ്സേജ് ഒരു 6 മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ ലോൺ എമൗണ്ട് സർക്കാർ അടച്ചു. എന്തിനാടോ? എൻ്റെ പാടത്ത് എൻ്റെ വിത്ത് എറിഞ്ഞിട്ട് ഞാൻ കൊയ്ത് ഞാൻ മെതിച്ച് ഞാൻ ചാക്കിലാക്കി ഞാൻ വിറ്റ മുതലിന് ഞാൻ എന്തിനു ലോൺ എടുക്കണേ? അതിന് പ്രാപ്തിപുറത്ത് സർക്കാരിന് ഇല്ലാന്നുണ്ടെങ്കിൽ ആ പണിക്ക് ഇവർ നിൽക്കാൻ യോഗ്യത ഇല്ല എന്നല്ലേ എൻ്റെ പറയണ്ടേ? പിന്നെ ചെറുപ്പം കുട്ടികൾ കളിക്കാൻ അറിയുന്ന, ഓടാൻ അറിയുന്ന, മറ്റേ നടക്കാൻ അറിയുന്ന, എറിയാൻ അറിയുന്ന വിവിധ ഗെയിംസുകളിൽ പങ്കാളികളായി മിടുക്കികളും മിടുക്കന്മാരും ഉണ്ട് ഈ വടക്കാഞ്ചേരിയിൽ. എത്ര ഗ്രൗണ്ടുകളുണ്ട് ഇന്റർനാഷണൽ നിലവാരത്തിൽ? ഒന്ന് പറ. ജനപ്രതിനിധിയല്ല, കാഴ്ചപ്പാട് വേണ്ടേ? ഗ്രൗണ്ടുകൾ എത്ര ഇന്റർനാഷണൽ ലെവലിലുണ്ട്? റിനോവേറ്റ് ചെയ്യുന്നു. 10 കൊല്ലം കഴിഞ്ഞില്ലേ ഈ സർക്കാർ വന്നിട്ട്? ചെയ്യുന്നു അല്ലേ? ചെയ്തില്ലല്ലോ. ഗേലോ ഇന്ത്യ പ്രൊജക്റ്റിൽ പെടുത്തിയിട്ട് എന്താ കൈകാര്യം ചെയ്യവർക്ക് കുഴപ്പം? ഏത് എടോ വടക്കാഞ്ചേരി സുന്ദരിയാടോ. വടക്കാഞ്ചേരിയുടെ മണ്ണ് പ്രകൃതിദത്തമായിട്ട് തന്നെ അതിഗംഭീരമാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി, തെക്കുംകര, മുളങ്കുന്നത്തകാവ്, ആ മേഖലയുടെ ഭൂപ്രകൃതിയും അപ്പുറത്ത് കൈപ്പറമ്പ്, അതേപോലെ തോളൂര്, അതുപോലെ അടാട്ട്, അതുപോലെ അവണൂര്, ഈ പഞ്ചായത്തുകളുടെ ഭൂപ്രകൃതി രണ്ട് സ്റ്റൈലാണ്. പക്ഷെ രണ്ടിനും രണ്ടിൻ്റെ വാല്യൂ ഉണ്ട്. രണ്ട് സ്ഥലത്ത് രണ്ട് സ്റ്റൈൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. അതിനെന്തുണ്ടാവണമെന്നറിയോ? നല്ല എക്സ്പെർട്ടുകളെ കൂട്ടുപിടിച്ച് നമ്മുടെ നാട്ടിലെ നല്ല മിടുക്കന്മാരാട്ടാ. എത്ര പേര് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നുണ്ട്, എത്ര പേര് ഹൈദരാബാദ് ജോലി ചെയ്യുന്നുണ്ട്, എത്ര പേര് അമേരിക്കയിലും പോളണ്ടിലും UK യിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും കാനഡയിലും അങ്ങനെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ആ മക്കളെ വിളിച്ചു കൊണ്ടുവന്ന് അവരുടെ ആയിട്ടുള്ള ആളുകളെ കൊണ്ട് നല്ല പ്രൊജക്റ്റ് ഉണ്ടാക്കി MSME പോലുള്ള സപ്പോർട്ട് ചെയ്യിച്ച്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ കൊണ്ട് സപ്പോർട്ട് ചെയ്യിച്ച്, ഗവൺമെൻറ് ഓഫ് കേരളയെ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് MP ആയാലും MLA ആയാലും വികസനത്തിനൊരു രാഷ്ട്രീയം ഒന്നുമില്ലെന്ന്. CPM വികസനം, BJP വികസനം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് അവകാശപ്പെട്ടത് അത്. ഈ അവകാശം നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രാപ്തിയുള്ളവൻ നല്ല ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ ജൻസി കാലഘട്ടത്തിന് എന്തായാലും ഉഷാറാണ്. അത് അൽദോസ് ബാബുവിന്റെ ആ ഒരു വൈകാരികമായിട്ടുള്ള രീതികൾ തന്നെ നമുക്ക് മറുപടികൾ തന്നെ നമുക്ക് വ്യക്തമാണ്. ജൻസി കാലഘട്ടം എന്നുള്ളതല്ല നമ്മളെ സംബന്ധിച്ച്. നിങ്ങൾ ഒരു വൈകാരികമായ വിഷയം. എനിക്കൊരു മകളാണ്. അവളിപ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്കായി. എനിക്ക് ഉറപ്പുണ്ടെന്ന് ഇവൾ 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിയുമ്പോൾ ഇവളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഇവളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ
എൻ്റെ മകൾ തപ്പുക കാനഡയിൽ ഈ കോഴ്സ് പഠിക്കാൻ എത്ര രൂപ എന്നാ, ജപ്പാനിൽ ഈ കോഴ്സ് പഠിക്കാൻ എത്ര രൂപയെന്നാ. അങ്ങനത്തെ ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. അച്ഛനമ്മമാരൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കാണ്, വൃദ്ധസദനായി മാറിക്കൊണ്ടിരിക്കുക. എന്തേ നമ്മുടെ മക്കൾ അവർക്ക് ആഗ്രഹമുണ്ടോ പുറത്ത് പോയിട്ട് പോകണം? നല്ലത്, അവർക്ക് ഈ നാടിന് ഇഷ്ടമാണ്, അവർക്ക് ഈ സമൂഹത്തിന് ഇഷ്ടമാണ്, അവർക്ക് ഈ സംസ്കാരത്തിന് ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് ഉതകുന്ന ശമ്പളം ഇവിടെ കിട്ടണം, അവർക്ക് ഉതകുന്ന തൊഴിൽ ഇവിടെ കിട്ടണം, അവർക്ക് ഉതകുന്ന രീതിയിൽ തൊഴിൽ എന്താ പറയുക സംരക്ഷണം ഇവിടെ കിട്ടണം. അത് കിട്ടിയാൽ അവർ നമ്മുടെ മണ്ണിലുണ്ടാവും. അവരെ ഉപയോഗിച്ച് നമ്മുടെ മണ്ണ് സ്വയം പര്യാപ്തത സ്വയം പര്യാപ്തത നേടിയ വടക്കാഞ്ചേരിയാക്കാൻ ഒരു പാടില്ല. എന്താ ചെയ്യാത്തത് നിങ്ങളോട് ഒന്നും കൂടിയും പറയുന്നു, 50 വർഷക്കാലം അപ്പുറത്തേക്ക് കണ്ട് റോഡ് പണിയണം, അപ്പുറത്തേക്ക് കണ്ട് തോട് പണിയണം, 50 വർഷം അപ്പുറത്തേക്ക് കണ്ട് പാലം പണിയണം, 50 വർഷം അപ്പുറത്തേക്ക് കണ്ട് ഓരോ ഡെവലപ്മെൻറ്റും കൊണ്ടുവരണം. ആ കൊണ്ടുവരുന്നിടത്തെ ജനപ്രതിനിധി ഭീഷണിഷ്ടിക്കണമെന്ന് സമൂഹം പറയുള്ളൂ. ഞാൻ അതിൻ്റെ ആളാണ്. ജനങ്ങൾ അംഗീകരിച്ചാൽ നമ്മൾ ഈ പണി കൃത്യമായിട്ട് 5 കൊല്ലം. പിന്നെ 5 കൊല്ലത്തിന് മത്സരിക്കുന്ന സമയത്ത് ഓഫറുകളൊന്നുമില്ല, മത്സരിച്ചതിന് ശേഷമാണ്. വടക്കാഞ്ചേരി നിയമസഭാ വോട്ടർമാരോട് ഉല്ലാസ് ബാബുവിനെ ഒരു റിക്വസ്റ്റ് എന്താ ഉള്ളത്? ഉല്ലാസ് ബാബുവിനുള്ള റിക്വസ്റ്റ് 3 സ്റ്റൈലിൽ പറഞ്ഞു. ഒന്ന് ചെറുപ്പക്കാർക്ക്, എൻ്റെ പൊന്നു അനിയന്മാരെ, എൻ്റെ പൊന്നു അനിയത്തി കുട്ടികളെ, നിങ്ങൾ പഠിച്ചു വന്നാൽ പകച്ച് നിൽക്കേണ്ടി വരില്ല. ഉല്ലാസ് ചേട്ടൻ അല്ലെങ്കിൽ ഉല്ലാസ് ബാബു അല്ലെങ്കിൽ ഉല്ലാസ് വക്കീൽ അല്ലെങ്കിൽ ഉല്ലാസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബ്രോ എന്ന് പറയപ്പെടുന്ന ഞാൻ, ഒരു സംശയവും വേണ്ട. നിങ്ങളെ ഇവിടെ നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ ബുദ്ധിയെ, നിങ്ങളുടെ പ്രാപ്തിയെ, നിങ്ങളുടെ മിടുക്കനെ, അതിപ്പോൾ മൊബൈലിലായിക്കോട്ടെ, കമ്പ്യൂട്ടറിലായിക്കോട്ടെ, കാർപ്പൻട്രിയിലായിക്കോട്ടെ, വർക്ക്ഷോപ്പിലായിക്കോട്ടെ, ഏത് സ്കില്ലാണെങ്കിലും നമുക്ക് ആ സ്കില്ല് ഇവിടെ പൊന്തിക്കാടോ, അതിനുള്ള പ്രാപ്തി ഉണ്ടോ അത് നമുക്ക് ചെയ്തു തരാം. 2, അച്ഛന്മാരും അമ്മമാരും 70 വയസ്സ് കഴിഞ്ഞ അച്ഛൻ്റെയും അമ്മമാരുടെയും വയോബന്ധൻ പദ്ധതി 5 ലക്ഷം രൂപയുടെ ഫ്രീ ഇൻഷുറൻസ് ഒരാളെയും നിങ്ങൾ ആശ്രയിക്കേണ്ട. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മോദി സർക്കാർ വയോബന്ധൻ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. 5 ലക്ഷം രൂപ എല്ലാ വർഷവും 70 വയസ്സ് കഴിഞ്ഞ അച്ഛനും അമ്മയ്ക്കും. CPM-ൻ്റെ, BJP-ൻ്റെ, കോൺഗ്രസിൻ്റെ എല്ലാവരും അച്ഛനും അമ്മയ്ക്കും കിട്ടും. അതിൽ ജാതിയില്ല, മതമില്ല, വർഗ്ഗമില്ല, വർണ്ണമില്ല, രാഷ്ട്രീയമില്ല. അത് കേരള സർക്കാർ ഒപ്പിട്ടിട്ടില്ല, വീണ ജോർജ് എന്ന മന്ത്രി. അത് കൃത്യമായി ഒപ്പിടിച്ച് ആ പദ്ധതിയിൽ ഇവിടുത്തെ 70 വയസ്സ് കഴിഞ്ഞ അച്ഛനമ്മമാരെയും ഭാഗഭാക്കായി നിങ്ങളെ സംരക്ഷിക്കാം. കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രയാസങ്ങൾ പരിഹരിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനവും, അവൻ്റെ വിളയ്ക്ക് പണം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമാക്കാം. ജോലി പോയവർക്ക് ജോലി തിരിച്ചു കിട്ടുന്ന സാഹചര്യങ്ങൾ പരിപൂർണമായി ഉണ്ടാക്കാം. ഓട്ടുപാറ മുതൽ വടക്കാഞ്ചേരി അങ്ങോട്ട് പള്ളിയുടെ അതുവരെ ദുരിതപൂർണമായ യാത്ര ഒരു പ്രയാസം കൂടാതെ സിമ്പിളായിട്ട് നമുക്ക് പരിഹരിക്കാം. അതേപോലെ ഹെങ്കക്കാട് നമുക്ക് ഭംഗിയാക്കാം, മേൽപ്പാലം പരിഹരിക്കാം, വേലങ്ങംകുന്ന് സുന്ദരിയാക്കാം, ചെപ്പാറയും പത്താഴക്കൊണ്ടും അതേപോലെ പൂമലയും എല്ലാം അതിഗംഭീരമാക്കാൻ നമുക്ക്. എത്ര സ്ഥലങ്ങൾ ഇനി കണ്ടെത്താത്തതുണ്ട്, കണ്ടതുണ്ട്, പറയാത്തതുണ്ട്, അതൊക്കെ നമുക്ക് അടിപൊളിയാക്കാം. അതേപോലെ തന്നെ ലോകം കൃത്യമായി നോക്കുന്ന, ഇപ്പോഴത്തെ സർക്കാർ പറഞ്ഞ പോലെയുള്ള തട്ടിപ്പ് നോട്ടല്ല, കൃത്യമായി നോക്കുന്ന രീതിയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ ഇൻ്റർനാഷണൽ ലെവലിൽ ഉയർത്തി നല്ല രസകരമായിട്ട് എൻ്റെ നാട്ടിൽ കണ്ട മെഡിക്കൽ കോളേജ് ഏത് ലോകത്തെ ഏറ്റവും മിടുക്കന്മാർ ഡോക്ടർമാരുള്ള മെഡിക്കൽ കോളേജ് എൻ്റെ മണ്ണിലാണ് വടക്കാഞ്ചേരിയിൽ എന്ന് അഭിമാനപൂർവ്വം പറയുന്ന പ്രാപ്തി നിങ്ങൾക്കുണ്ടാക്കി തരാം. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതൊരു ഓഫർ പോലെയല്ല, അതിൻ്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ജയിപ്പിച്ചാൽ. അല്ലെങ്കിൽ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഞാനെപ്പോഴും നിങ്ങളുടെ മുമ്പിലുണ്ടാവുള്ളൂ. ജയമാണെങ്കിലും നിങ്ങളുടെ ഏത് തീരുമാനമാണെങ്കിലും ഞാൻ ഒളിച്ചോടില്ല, ഞാനിവിടുന്ന് തിരിഞ്ഞോടില്ല. ഉല്ലാസ് ബാബു വടക്കാഞ്ചേരിയുടെ മണ്ണിലുണ്ടാവും, ഒരു സംശയമുണ്ട്. താങ്ക് യു ശ്രീ ഉല്ലാസ് ബാബു. ഇത്രയും വ്യക്തവും കൃത്യവും നിഷ്ഠവുമായിട്ടുള്ള നിരൂപണങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും പറഞ്ഞ പോലെ ഓഫറല്ല, നിങ്ങളുടെ ഉത്തരവാദിത്തം ചെയ്യുമെന്നുള്ള സത്യങ്ങൾക്കും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു ദേവലോകത്തിൻ്റെ പേരിൽ നിങ്ങളോട്. ഇത് നന്ദിയൊന്നും ആവശ്യമുള്ളൂ. നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് ജനങ്ങൾ നമ്മളെ അംഗീകരിച്ചാൽ ആ അംഗീകാരമാണ് നന്ദി എന്ന് പറയപ്പെടുന്നത്. ഞാൻ നോക്കിയ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബോർഡ് വെച്ചിക്കല്ലേ അനിയോ, ഒരു സർക്കാർ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് കൃത്യമായ കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ബോർഡും വെച്ച് പരസ്യം ചെയ്തിട്ട് ഞാനാരാ മോഹൻ പറയേണ്ട കാര്യമില്ല, ജനങ്ങൾ കൈയടിക്കും, ഒരു സംശയമില്ല. അപ്പോൾ നമ്മുടെ പ്രവൃത്തി കൃത്യമാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. അപ്പോൾ നന്ദി വേണ്ടത് ജനങ്ങളോടാണ്, കാരണം അവർ വോട്ട് ചെയ്തിട്ടാണല്ലോ ഇവർ ജയിക്കണേ. അപ്പോൾ നിങ്ങളുടെ നന്ദി, ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് ജയിക്കുമ്പോൾ ഞാൻ ജനങ്ങൾക്ക് കൊടുത്തോളാം. ശരി, ആയിക്കോട്ടെ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ശ്രീ ഉല്ലാസ് ബാബുവിന് വേണ്ടിയിട്ടും അടക്കം നാളെ നമ്മുടെ
ശ്രീ ആരാധ്യരായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തൃശ്ശൂർ വരികയാണ്. ഉല്ലാസേട്ടന് വേണ്ടിയിട്ട് പ്രചാരത്തിന് ഇറങ്ങുന്നുള്ളൊരു ബോർഡ് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഒരു ന്യൂസ് ഞാൻ കേട്ടു. എന്താണ്, വാസ്തവം തന്നെയാണോ? ഉല്ലാസ് ബാബുവിനെന്ന് മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഭാരതത്തിൻ്റെ ഏറ്റവും മിടുക്കനായിട്ടുള്ള പ്രധാനമന്ത്രി, ലോകരാഷ്ട്രങ്ങൾ പോലും ബഹുമാനിക്കുന്ന ആ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നത്, തൃശ്ശൂരിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ വരവ് ഞങ്ങൾക്ക് കൂടുതൽ അദ്ദേഹം കേരളത്തെ ചേർത്ത് പിടിച്ചിട്ടുള്ളതാണ്. ഇൻഫ്ലുവൻസിനേക്കാൾ ഉപരി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, മോദി ഗവൺമെന്റ് ചെയ്ത പ്രവർത്തികൾ എല്ലാവർക്കും അറിയാം. ബഹുമാനായിട്ടുള്ള നരേന്ദ്രമോദി വന്നിറങ്ങുന്നതോടുകൂടി തൃശ്ശൂർ ജില്ലയിലെ എല്ലാ BJP സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തനങ്ങളുടെ ആ വ്യത്യാസം നിങ്ങൾ നോക്കുക. അതൊരു ഊർജ്ജമേറെ തന്നെയാണ്, സംശയമില്ല. എന്തായാലും വളരെയധികം നന്ദി. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, എൻ്റെ വാക്കുകൾ, എൻ്റെ സംസാരങ്ങൾ ആർക്കെങ്കിലും, എൻ്റെ പ്രതിപക്ഷപരമായിട്ടുള്ള സ്ഥാനാർത്ഥികൾക്കോ എന്തെങ്കിലും പ്രയാസം ഫീൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞൊന്ന് മാത്രം. ആ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കണം.